ഇറാൻ യുദ്ധം അയവില്ലാതെ തുടരുകയാണ്. 4 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ 3-ാം ആഴ്ചയിലും ഇസ്രയേൽ, അമേരിക്ക സംയുക്ത സഖ്യമോ ഇറാനോ പരസ്പരമുള്ള ആക്രമണത്തിൽ കുറവ് വരുത്തിയിട്ടില്ല. ഇറാനാകട്ടെ ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇറാഖുമായി 10 വർഷത്തോളം യുദ്ധം ചെയ്ത പരിചയം അവർക്ക് മുതൽക്കൂട്ടാണ്. ഇറാനെ എങ്ങനെയെങ്കിലും ദുർബലരാക്കണം എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഇറാൻ മിസൈലുകൾ തന്നെ ഇസ്രയേലിന് ഭീഷണിയുമാണ്. അവർ ആണവായുധം കൂടി വികസിപ്പിച്ചാൽ ചിലപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇസ്രയേൽ എന്ന രാജ്യം ഈ ഭൂമുഖത്ത് ഉണ്ടാകില്ല. ആ ഭീതിയിലാണ് ഇസ്രയേൽ ഇറാനെ സാമ്പത്തികമായും സൈനികമായും തകർക്കാൻ ശ്രമിക്കുന്നത്. അതിന് വല്യേട്ടനായ അമേരിക്കയെ ഒപ്പം കൂട്ടിയെന്നേ ഉള്ളൂ. ശരിക്കും ഇറാന്റെ എണ്ണ സമ്പത്തിൽ മാത്രമാണ് ട്രംപിന്റെ അമേരിക്കയ്ക്ക് നോട്ടം. കച്ചവട താൽപര്യത്തോടെ മാത്രമേ അമേരിക്ക ഏത് കലഹത്തിലും ഇടപെട്ടിട്ടുള്ളൂ, ഏത് രാജ്യത്തെയും ആക്രമിച്ചിട്ടുള്ളൂ. എന്നാൽ ഇറാനിൽ ആക്രമണം നടത്തുന്നത് എണ്ണയ്ക്ക് വേണ്ടിയല്ല, അനിയൻ ബാവ എന്ന ഇസ്രയേലിന്റെ ആവശ്യപ്രകാരമാണ്. അവിടെയാണ് അമേരിക്കയ്ക്കും ട്രംപിനും ഭീകരമായ പാളിച്ച സംഭവിച്ചത്. അമേരിക്ക പലപ്പോഴായി പല രാജ്യങ്ങളെയും ആക്രമിച്ച രാജ്യമാണ്. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടരുത് എന്ന് പറയുന്നത് പോലെയാണ് അമേരിക്കയുടെ വിയറ്റ്നാം യുദ്ധത്തെപ്പറ്റി പറഞ്ഞാലുള്ള അവസ്ഥ. അത് പറയാൻ കാരണം ഫെബ്രുവരി 28-ന് തുടങ്ങിയ ഇറാൻ യുദ്ധം വിയറ്റ്നാം യുദ്ധത്തിന്റെ വഴിയാണ് പോകുന്നത് എന്ന് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇറാനെ തകർക്കാൻ വാഷിംഗ്ടണിന് കഴിയുമോ എന്നതല്ല നിർണായക ചോദ്യം. അതിന് കഴിയുമായിരിക്കും, വർഷങ്ങൾ യുദ്ധം ചെയ്താൽ. പക്ഷേ യുദ്ധം വഴി അമേരിക്ക ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ ഇറാനിൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ചരിത്രത്തിലെ ചില ഏടുകൾ പരിശോധിച്ചുകൊണ്ട് ആ ചോദ്യത്തിലേക്ക് വരാം. കാരണം സമാന രൂപത്തിലല്ല എങ്കിലും പരിചിതമായ ഘടന ആവർത്തിക്കുന്ന ഒരു ശീലം ചരിത്രത്തിനുണ്ട്. വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്ക അവരുടെ തന്ത്രങ്ങളുടെ ഏറ്റവും വേദനാജനകമായ പാളിച്ചകൾ അനുഭവിച്ചു. എന്നിട്ടും 50 വർഷങ്ങൾക്കിപ്പുറം അതേ തെറ്റിലേക്കാണ് അവർ ഇപ്പോഴും പോകുന്നത്. ഭൂമിശാസ്ത്രം മാറി, അഭിനേതാക്കൾ മാറി, ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ വലിയ തോതിൽ മാറ്റം വന്നു. മാറാത്തത് അടിസ്ഥാനപരമായി തന്നെ പാളിയ കണക്കുകൂട്ടലുകളാണ്. സൈനിക ആയുധ മേൽക്കോയ്മയുണ്ടെങ്കിൽ യുദ്ധതന്ത്രങ്ങളും മികച്ചു നിൽക്കും എന്നതാണ് ആ തെറ്റായ ചിന്ത. ആ ചിന്ത അമിത ആത്മവിശ്വാസം നൽകുന്നു. വിയറ്റ്നാം യുദ്ധത്തിൽ നിന്ന് പഠിക്കേണ്ടിയിരുന്ന പാഠം അമേരിക്കയുടെ സിലബസിൽ ഇടം പിടിച്ചിട്ടില്ല എന്ന് ഇവിടെ മനസ്സിലാക്കാം. 1955-ൽ വിയറ്റ്നാം യുദ്ധം ആരംഭിച്ചത് അമേരിക്കൻ നയങ്ങൾ രൂപീകരിച്ചവരുടെ ദിശ തെറ്റിയ ചിന്ത കാരണമാണ്. അവർക്ക് തികച്ചും യുക്തിസഹമായി തോന്നിയ ഒരു ബോധ്യത്തോടെയാണ് അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെട്ടത്. കമ്മ്യൂണിസത്തിന് പല രാജ്യങ്ങളിലും നല്ല വേരോട്ടമുള്ള കാലമായിരുന്നു. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കമ്മ്യൂണിസം വ്യാപിക്കുകയാണ് എങ്കിൽ അത് വളരെ വേഗം ലോകം മുഴുവൻ വ്യാപിക്കും. അതിനാൽ അതിനെ പിടിച്ചുകെട്ടാൻ അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമാണ്. ആ ചിന്തയിൽ അമേരിക്ക ആദ്യം ഉപദേശകരെയും പിന്നീട് പണവും ഉപകരണങ്ങളും ഒടുവിൽ ലക്ഷക്കണക്കിന് സൈനികരെയും അയച്ചു. 4 വർഷങ്ങൾക്ക് ശേഷം ലക്ഷക്കണക്കിന് അമേരിക്കൻ സൈനികരെ വിയറ്റ്നാമിൽ വിന്യസിച്ചു. കടലാസിൽ യുദ്ധമുഖത്ത് അമേരിക്കയ്ക്ക് എല്ലാവിധ മേൽക്കോയ്മയും ഉണ്ടായിരുന്നു. അമേരിക്കൻ വ്യോമസേന ആകാശം നിയന്ത്രിച്ചു. നാവികസേന കടലിൽ ആധിപത്യം സ്ഥാപിച്ചു. സൈന്യത്തിന് സമാനതകളില്ലാത്ത വെടിക്കോപ്പുകളും ലോജിസ്റ്റിക്സും ഉണ്ടായിരുന്നു. എന്നിട്ടും അമേരിക്ക അതിന്റെ പ്രധാന ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടു. വടക്കൻ വിയറ്റ്നാമിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആത്യന്തികമായി വിജയിച്ചു. 1975-ൽ രാജ്യം വീണ്ടും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ ഏകീകരിക്കപ്പെട്ടു. യുദ്ധം തോറ്റതിന്റെ കാരണം അമേരിക്കൻ തന്ത്രമായിരുന്നു. മുതലാളിത്തവും കമ്മ്യൂണിസവും തമ്മിലുള്ള ശീതയുദ്ധ മത്സരമായാണ് അമേരിക്ക ഈ സംഘടനത്തെ പ്രാഥമികമായി പരിഗണിച്ചത്. വിയറ്റ്നാമീസ് നേതൃത്വത്തിനും അതിലെ പല പോരാളികൾക്കും ഈ സമരം തികച്ചും മറ്റൊന്നായിരുന്നു. വൈദേശിക ആധിപത്യത്തിനെതിരായ ദേശീയ യുദ്ധമായിരുന്നു അത്. അസാധാരണമായ നഷ്ടങ്ങളെ ഉൾക്കൊള്ളാനുള്ള സന്നദ്ധത അവർക്കുണ്ടായി. ആ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന് പകരം വയ്ക്കാൻ അമേരിക്കയുടെ സൈനിക മേധാവിത്വത്തിന് കഴിഞ്ഞില്ല. യുദ്ധഭൂമിയിലെ ശക്തിയും തന്ത്രപരമായ യാഥാർത്ഥ്യവും തമ്മിലെ വ്യത്യാസമാണ് നിർണായകമായത്. വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ എന്നിവിടങ്ങളിൽ 2-ാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ബോംബുകൾ അമേരിക്ക വർഷിച്ചു. എന്നിട്ടും അവ വടക്കൻ വിയറ്റ്നാമീസ് ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയെ തകർത്തില്ല. നിരന്തരമായ വ്യോമാക്രമണങ്ങൾക്കിടയിലും രാജ്യം ഒരുമിച്ചു നിന്നു. നശിപ്പിക്കപ്പെടുന്നതിലും വേഗത്തിൽ ഗറില്ല ശൃംഖലകൾ പുനരുജ്ജീവിപ്പിച്ചു.
അമേരിക്ക തന്ത്രപരമായി തോറ്റു അഥവാ അമേരിക്കൻ തന്ത്രങ്ങൾ തന്നെ അവരെ തോൽപ്പിച്ചു എന്ന് പറയാം. ഇന്ന് അമേരിക്ക ഇറാനിൽ തികച്ചും വ്യത്യസ്തമായ ഒരു എതിരാളിയെയാണ് അഭിമുഖീകരിക്കുന്നത്. ഇറാന്റെ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നത് വിയറ്റ്നാമിലേതുപോലെ കാടുകളിലും നെൽപ്പാടങ്ങളിലും യുദ്ധം ചെയ്യുന്ന ഗറില്ല പ്രസ്ഥാനമല്ല. സങ്കീർണമായ സൈനിക ഘടന, നാവിക ആസ്തികൾ, പ്രാദേശിക പങ്കാളികളുടെയും പ്രോക്സികളുടെയും ശൃംഖല എന്നിവ ഇഴുകിച്ചേർന്നുള്ള ഒരു പരമാധികാര രാഷ്ട്രമാണ്. എന്നിട്ടും അമേരിക്ക പരിചിതമായ ഒരു യുദ്ധമെന്ന അനുമാനത്തിലാണ് ഇറാന് നേരെ തിരിഞ്ഞത്. ഒരിക്കൽ കൂടി സാങ്കേതിക മേൽക്കോയ്മ ഒരു ദ്രുതഗതിയിലുള്ള രാഷ്ട്രീയ ഫലം നൽകുമെന്ന് അമേരിക്കൻ ആസൂത്രകർ കരുതി. ഇറാന്റെ പ്രതിരോധ തന്ത്രം മറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകളായി സൈനിക വിശകലന വിദഗ്ധർ പറയാറുള്ള പരമ്പരാഗത യുദ്ധമുറകളിൽ അല്ല ഇറാൻ നിക്ഷേപം നടത്തിയത്. അമേരിക്കയുടെ കപ്പലുകളെയോ വിമാനങ്ങളെയോ വെല്ലുന്ന തരത്തിലുള്ള സംവിധാനങ്ങളല്ല ഇറാൻ ഒരുക്കി വച്ചത്. പരോക്ഷമായി അമേരിക്കയ്ക്ക് വർദ്ധിച്ച ചെലവുണ്ടാക്കുന്ന സംവിധാനങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തു. ബാലിസ്റ്റിക് ക്രൂസ് മിസൈലുകൾ, സായുധ ഡ്രോണുകൾ, നാവിക മൈനുകൾ, അതിവേഗ ആക്രമണ ബോട്ടുകൾ, തീരദേശ മിസൈലുകൾ എന്നിവ ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. അതുപോലെ പ്രധാനമാണ് ഭൂമിശാസ്ത്രവും. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാന്റെ വാതിൽപ്പടിയിലാണ്. ഈ ഭൂമിശാസ്ത്രപരമായ വസ്തുത മാത്രം തന്ത്രപരമായ സമവാക്യത്തെ മാറ്റുന്നു. തുറന്ന യുദ്ധത്തിൽ അമേരിക്കയെ പരാജയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇറാന്. സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കാൻ ആവശ്യമായ ഊർജത്തിന്റെയും വ്യാപാരത്തിന്റെയും ഒഴുക്കിനെ, അതായത് ഇപ്പോൾ ചെയ്യുന്നത് പോലെ തടസ്സപ്പെടുത്തുക മാത്രമാണ് ഇതിന് വേണ്ടത്. ഷിപ്പിംഗിലെ പരിമിതമായ ഇടപെടൽ പോലും എണ്ണവില കുതിച്ചുയരാനും ടാങ്കറുകൾക്കുള്ള ഇൻഷുറൻസ് ചെലവ് വർദ്ധിപ്പിക്കാനും ആഗോള വിപണികളിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനും കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, സൈനികമായി ആധിപത്യം സ്ഥാപിക്കാൻ കഴിയാത്തപ്പോഴും സാമ്പത്തികമായി ഉയർച്ച കൈവരിക്കാനുള്ള കഴിവ് ഇറാനുണ്ട്. സൈനിക ആക്രമണങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ മാറ്റത്തിന് വഴിതെളിക്കാനുള്ള അമേരിക്കൻ ശ്രമം പരാജയപ്പെടുകയാണ്. വ്യോമാക്രമണം വഴി രാജ്യത്തെ സൗകര്യങ്ങളെ നശിപ്പിക്കാൻ കഴിയും. നാവികസേനയ്ക്ക് കടൽപാതകളിൽ പട്രോളിംഗ് നടത്താം. എങ്കിലും ഈ പ്രവർത്തനങ്ങൾ ഇറാനെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുമെന്ന് ചിന്തിക്കാൻ വയ്യ. സാമ്പത്തിക തിരിച്ചടി സഹിക്കാനും പ്രതികാര നടപടികൾ തുടരാനും തയ്യാറുള്ള ഇറാന് സംഘർഷത്തെ സഹിഷ്ണുതയോടെ നീണ്ടകാലം നേരിടാൻ കഴിയും. ഇത്തരം യുദ്ധങ്ങൾ എത്രത്തോളം അപകടകരമാകുമെന്ന് വിയറ്റ്നാം തെളിയിച്ചതാണ്. സംഘർഷം മുറുകുമ്പോൾ അമേരിക്കൻ വ്യവസ്ഥകൾ അംഗീകരിച്ച് വിയറ്റ്നാം ചർച്ചയ്ക്ക് വരുമെന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ ഓരോ പുതിയ ആക്രമണവും കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയേ ചെയ്തുള്ളൂ. വടക്കൻ വിയറ്റ്നാമിലെ അമേരിക്കൻ ബോംബിംഗ് യുദ്ധത്തെ ലാവോസിലേക്കും കംബോഡിയയിലേക്കും വ്യാപിപ്പിച്ചു. കൂടുതൽ മേഖലകളിലേക്ക് സൈനിക വിന്യാസം വ്യാപിപ്പിക്കാൻ അമേരിക്ക നിർബന്ധിതമായി. അത് അമേരിക്കയിൽ വലിയ ആഭ്യന്തര എതിർപ്പിന് കാരണമായി. യുദ്ധം നീണ്ടു നിൽക്കുന്തോറും എന്താണ് വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നിർവചിക്കാൻ കഴിയാതായി. ഇറാൻ യുദ്ധം അമേരിക്കയെ സമാനമായ ഒരു ധർമ്മസങ്കടത്തിലാണ് എത്തിച്ചിട്ടുള്ളത്. നേരിട്ടുള്ള ഏറ്റുമുട്ടൽ പല തലങ്ങളിലേക്കും യുദ്ധത്തെ കൊണ്ടെത്തിക്കും. ഇറാനിയൻ മിസൈൽ ശേഷി ഗൾഫ് മേഖലയിലെ അമേരിക്കൻ താവളങ്ങളിൽ എത്തുന്നു. ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. ഗൾഫ് മേഖലയിലെ ഊർജ്ജ വ്യാപാര തടസ്സങ്ങൾ ലോകത്തെ ആകമാനം ബാധിക്കുന്നു. അതിനാൽ നീണ്ടു നിൽക്കുന്ന ഏതൊരു സംഘർഷവും യുദ്ധമുഖത്ത് കാണുന്നതിലും വലിയ തോതിലുള്ള നാശത്തെയാണ് വിളിച്ചു വരുത്തുന്നത്. ഇറാന്റെ നേതൃത്വം ദശാബ്ദങ്ങളായി അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലിനായി ജനങ്ങളെ ഒരുക്കുന്നുണ്ട്. സാമ്പത്തിക ഉപരോധങ്ങളും പ്രാദേശിക പിരിമുറുക്കങ്ങളും മറ്റും ചെറുത്തുനിൽപ്പിന്റെ ശക്തി കൂട്ടി. കീഴടങ്ങുന്നതിന് പകരം സമ്മർദ്ദത്തെ അതിജീവിക്കാൻ അവർ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇറാൻ അജയ്യ രാജ്യമാണ് എന്ന് ഇതിനർത്ഥമില്ല. അതിന്റെ സമ്പദ് വ്യവസ്ഥ ദുർബലമാണ്. രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ ആന്തരിക ഭിന്നതകളുണ്ട്. അമേരിക്കയ്ക്കെതിരായ നേരിട്ടുള്ള പരമ്പരാഗത യുദ്ധത്തിൽ അതിന്റെ സൈന്യം പതറും. എന്നാലും സൈനിക ദൗർബല്യം തന്ത്രപരമായ കീഴടങ്ങളിലേക്ക് നയിക്കില്ല. ആ യുദ്ധത്തിലെ ഓരോ ചെറിയ വിജയത്തിന്റെയും അല്ലെങ്കിൽ നേട്ടത്തിന്റെയും ബാക്കിപത്രം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ്. എതിരാളിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി മാറ്റമില്ലാതെ തുടർന്നു. സംഘർഷം തുടരുന്നതിനുള്ള ചെലവ് അമേരിക്കയ്ക്ക് ക്രമാനുഗതമായി ഉയർന്നു. ആഭ്യന്തര എതിർപ്പ് വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിമർശനം ശക്തമായി. ഒടുവിൽ ചിലവ് കൂടുതലുള്ള വിയറ്റ്നാം യുദ്ധം ജയമല്ല എന്ന് അമേരിക്കൻ നേതാക്കൾ മനസ്സിലാക്കി. ഇറാൻ യുദ്ധം വ്യത്യസ്തമെങ്കിലും സമാനമായ സാഹചര്യമാണ് അമേരിക്കയ്ക്ക് സൃഷ്ടിക്കുന്നത്. സംഘർഷം വർദ്ധിക്കുന്നു. ആഗോള സമ്പദ് വ്യവസ്ഥ അസ്ഥിരപ്പെടുന്നു. എന്നാൽ വ്യക്തമായ നേട്ടങ്ങളില്ലാതെ യുദ്ധം മതിയാക്കിയാൽ അത് ബലഹീനതയായി ഉയർത്തിക്കാട്ടപ്പെടും. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ടു എന്നതല്ല വിയറ്റ്നാം യുദ്ധത്തിലെ പാഠം. അധികാരത്തിന്റെ അതിരുകളാണ് മനസ്സിലാക്കേണ്ടത് എന്നതാണ് പാഠം. സൈനിക മേധാവിത്വം, ഭൂമിശാസ്ത്രം കാരണമുള്ള ഇറാന്റെ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്നില്ല. അത് ദേശീയതയെയും ഇല്ലാതാക്കുന്നില്ല.
ബുദ്ധിമുട്ടുകൾ സഹിക്കാനുള്ള ഒരു എതിരാളിയുടെ സന്നദ്ധത അത് മാറ്റുന്നുമില്ല. ആ പരിമിതികൾ അരനൂറ്റാണ്ട് മുമ്പത്തെ പോലെ ഇന്നും നിലനിൽക്കുന്നു. ഈ ഘടകങ്ങൾ അമേരിക്ക വീണ്ടും അവഗണിച്ചാൽ ഫലം വിയറ്റ്നാമിനെ പോലെ ആയിരിക്കില്ല. തെറ്റായ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാന രീതി ചെലവേറിയതാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രയാസവുമാണ്.